ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഞാൻ നാട്ടിൽ ബൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടുന്ന് അയച്ചു കഴിഞ്ഞു, ഏകദേശം എത്താറായിട്ടുണ്ട് നാട്ടിൽ. അതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റും കൂടി കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഡച്ച് ഓവൻ പോട്ട്സ് അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസത്തെ മോർണിംഗിലുള്ള കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിവ് അവേ കൂടി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് ഇൻഷാല്ല ഞാനൊരു വിന്നറിനെ സെലക്ട് ചെയ്യും. അത് കമൻറ്റ് പിക്കറിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുക. ആ ഒരു വിന്നറിന് ഇൻഷാല്ല ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും ഗിവ് അവേ വിന്നർ ആയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. കാരണം ഇതുപോലെ ഞാൻ ഇടയ്ക്കിടെ ഗിവ് അവേ വെക്കുന്നുണ്ട്. പലരും വിന്നർ ആയിട്ടുണ്ട്. പലർക്കും ഐറ്റംസ് കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളായിരിക്കാം അങ്ങനെ ഒരു വിന്നർ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഞാൻ നാട്ടിൽ ഇപ്രാവശ്യം സ്റ്റോക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അൽഹംദുലില്ലാ ഞാൻ തന്നെ ഒരുപാട് പേർക്ക് ഇത് ഞാൻ നാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര നല്ല റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റാണ്. കോർട്ട്മാസിൻ്റെ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ സെറ്റാണ്. 7 പീസ് വരുന്ന ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് 2 കുക്കിംഗ് പോട്ട്സ്, പിന്നെ ഒരു വോക്ക് പാനും, പിന്നെ ഒരു ഫ്രൈങ് പാനും. കോർട്ട്മാസ് ബ്രാൻഡിൻ്റെതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഈ ഒരു കോർട്ട്മാസ് എന്ന് പറയുന്നത് ഒരു തുർക്കിഷ് ബ്രാൻഡാണ്. ഇന്റർനാഷണലി ഹൈലി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. അവരുടെ കിച്ചൺ അപ്ലയൻസസ് ആയാലും കുക്ക് വെയർസ് ആയാലും എല്ലാം നല്ല പോലെ റിവ്യൂ ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഡിഷ് വാഷ് സേഫാണ്. മാത്രമല്ല പ്രോഡക്റ്റ് വരുന്നത് ഗ്രാനൈറ്റിലാണ്, അതായത് ബേസ് അലൂമിനിയാണ്. ഹാൻഡിൽസൊക്കെ സ്റ്റീലാണ്, സ്റ്റീൽ ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അകത്തുള്ള ലെയറെല്ലാം ഗ്രാനൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് സേഫാണ്. മാത്രമല്ല നമുക്ക് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന അതേ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഈ ഒരു കുക്കർ സെറ്റും യൂസ് ചെയ്യാം. ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ പേര് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കാ ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഞാനിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ബാച്ചിൽ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാച്ച് തീരുന്നത് വരെ ഉള്ള ഓർഡേഴ്സ് ആയിരിക്കും ഫസ്റ്റ് എടുക്കുന്നുണ്ടാകാം. ഇപ്പോഴും തന്നെ സാധനം നാട്ടിൽ എത്തിയിട്ടില്ല. അതായത് പിന്നെ ഇനിയും ഒരു 10 ദിവസം കൊണ്ട് ഇൻഷാല്ലാ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് നേരത്തെ അയച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് അതായത് അത് ട്രാൻസിറ്റിലുള്ള സമയത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം അയച്ചു കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വേണ്ടത് നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാം. മാത്രമല്ല ചെറിയൊരു അഡ്വാൻസ് ചെയ്തിട്ട് ഇപ്പം ബുക്ക് ചെയ്താൽ മതി. സാധനം നാട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഇൻഫോ മുഴുവനായിട്ട് ഞാൻ അവിടെ തരുന്നതായിരിക്കും. ആ സമയത്ത് ബാലൻസ് പേയ്മെൻറ്റ് ഫുള്ളായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഒരു 2-3 പ്രോഡക്റ്റ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് എന്നെ വാട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യാം. ദയവായി ഇതിൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ പ്രൈസ് ചോദിക്കരുത്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാലും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പിലൂടെ തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യണം. എന്നിട്ട് ബുക്ക് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് ഒരു മോഡേൺ കിച്ചണിലെല്ലാം യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. നമ്മൾ തന്നെ പല യൂട്യൂബേഴ്സ് ആയാലും പല ഇൻസ്റ്റഗ്രാം പേജസിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്നെപ്പോലെ നിങ്ങളും പലരും കണ്ടു കാണും. അപ്പം അതുകൊണ്ട് തന്നെയാണ്, അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഒരുവിധം പ്രോഡക്റ്റ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. അപ്പം ധൈര്യമായിട്ട് വാങ്ങാം ഈ ഒരു പ്രോഡക്റ്റ്. മാത്രമല്ല നിങ്ങൾക്ക് UAE-യിലുള്ളവർക്ക് എളുപ്പമാണ്. ഇവിടെ സാധനം ഉണ്ടാവുമായിരിക്കും, കാർഫോറിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലുള്ളവർ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. UAE-യിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ആമസോൺ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം.
അപ്പോൾ 7 പീസസ് വരുന്ന ഈ ഒരു സെറ്റ് നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ. എന്നിരുന്നാലും നമ്മളിത് നല്ലപോലെ വീണ്ടും ഒരു സേഫ് പാക്കിങ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നാട്ടിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്കും എത്തുന്നുണ്ടാവുക. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിതാ ഇവിടെ ഫോട്ടോ സഹിതം ഇട്ടിട്ടുണ്ട്. അതുപോലെ സൈസും നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ. സൈസ് ഡിഷ് വാഷ് സേഫാണ്. ഹാൻഡിൽ പിന്നെ അതായത് നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്. നമുക്ക് പെട്ടെന്ന് വലിയൊരു ഹീറ്റൊന്നും ഹാൻഡിലിന് വരില്ല. നല്ല ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡിലൊക്കെ വരുന്നത് കേട്ടോ. സൈസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുൻപൊരു വീഡിയോയിൽ ചെയ്ത ഈ 2 പ്രോഡക്റ്റ്, അതായത് ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ സിംഗിൾസ്, ഓവൽ ഷേപ്പും റൗണ്ട് ഷേപ്പും ഉള്ള സിംഗിൾസ്, അതുകൂടി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് ആഴ്ച ബാച്ചിലേക്ക് ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഫുൾ സെറ്റിൻ്റെ 3 കളേഴ്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സീ സോൾട്ട് അല്ലെങ്കിൽ ഗ്രീൻ കളർ, പിന്നെ ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ, അതുപോലെ ടീൽ, ഈ 3 കളറും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ലിങ്കും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇതും ഒരു ഗ്രാനൈറ്റ് സെറ്റാണ് കേട്ടോ. സംഭവം ഇത് ഒരുപാടൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം പോയ 5 പീസസ്. ഈ 5 പീസസ് ആദ്യം ആരാണോ വന്ന് ബുക്ക് ചെയ്യുന്നത് അവർക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ആ സെറ്റ് ഉണ്ടല്ലോ, ആ കാണിച്ച സെറ്റിനേക്കാളും കുറച്ച് ചെറിയ സൈസസാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതും ഗ്രാനൈറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ വരുന്നത് ഗോൾഡൻ ഫിനിഷിലാണ്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗോൾഡൻ ഫിനിഷ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാണ്, ചെറിയ ചെറിയ സൈസ്. ഇനിയിപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്യാം. അപ്പം ഇത് നല്ല ഭംഗിയാണ്. ഇതിന് ലൈറ്റ് ഗോൾഡൻ ഹാൻഡിൽസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. കളർ ഏകദേശം രണ്ടും കറക്റ്റ് സെയിം അല്ല, ചെറിയൊരു ഡിഫറൻസ്, ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇതും നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അടുത്ത് കാണിച്ച ആ ഒരു കോക്മാസിൻ്റെ സെറ്റും പിന്നെ ഈ ഒരു സെറ്റിനും രണ്ടിനും ഗ്ലാസ് ലിഡാണ് വരുന്നത് കേട്ടോ. 3 പീസ് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുക്ക് വെയർ സെറ്റാണിത്. ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് റീസ്റ്റോക്കും ഉണ്ടാവുന്നതല്ല കേട്ടോ. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഇതുള്ളൂ. ഇതിൽ ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. ചില കേസിൽ നിങ്ങളുടെ മെസ്സേജസ് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാതിരിക്കില്ല. എല്ലാ മെസ്സേജസും മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എപ്പോഴെങ്കിലും മാത്രം എന്തെങ്കിലും കാരണവശാലും മിസ്സായി പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കാണിച്ച 2 കുക്ക് വെയർ സെറ്റും ഇൻഡക്ഷൻ ബേസോട് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡച്ച് ഓവൻ പോട്ട്സും നമുക്ക് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും വാട്സപ്പ് നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നതാണ് പാകിസ്ഥാനി സ്യൂട്ട്സ്, അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം പാകിസ്ഥാനി സ്യൂട്ട്സിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഞാൻ അൺസ്റ്റിച്ച്ഡും ഉണ്ട് സ്റ്റിച്ച്ഡും ഉണ്ട് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണം. അതുപോലെ ഇൻഷാല്ലാ റമദാനൊക്കെ വരല്ലേ, അപ്പം അബായ കളക്ഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ എടുത്ത കുറച്ച് മൊമെൻറ്റ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മോർണിംഗ് റൂട്ടീൻസാണ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം മക്കൾ സ്കൂളൊക്കെ തുറന്ന് ഇപ്പം ഈ നായ മാത്രമേ ഇവിടെ പോകാനുള്ളൂ. മോൻ നാട്ടിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ രാവിലെ നല്ല തണുപ്പാണിപ്പം. UAE മൊത്തം നല്ല തണുപ്പാണ്. അപ്പം സ്കൂള് വിൻ്റർ വെക്കേഷൻ കഴിഞ്ഞിട്ട് റീഓപ്പൺ ചെയ്യുന്ന സമയത്താണ് തണുപ്പിൻ്റെ കാഠിന്യം കൂടാറ്. അപ്പോൾ സെയിം തന്നെ നല്ല തണുപ്പായിരുന്നു. അതിൽ നല്ല വെളിച്ചം വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നുണ്ട്. ഏകദേശം 6:45 ആകുമ്പോഴേ പിന്നെ അതുവരെ ഇരുടാണ് കേട്ടോ പുറത്ത്. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിലേക്ക്. അപ്പോൾ ഈ ഒരു ദിവസം അവൻ കൂടി ഉണ്ടായിരുന്നു. അവനും വർക്കിന് പോകാനുണ്ട്. അവൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ എപ്പോഴും അവനിവിടെ ഉണ്ടാവില്ല. അവൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്, അബുദാബിയിൽ. അങ്ങനെ കിച്ചണിൽ കയറി അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. ആൽഫ്രഡോ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
പാസ്ത ഇഷ്ടമുള്ള 2 ആൾക്കാരിവിടെ, ഒന്ന് സാനും ഒന്ന് അമനുമാണ്. അമനോട് എപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് പറയാം പാസ്ത. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ തലേന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ ഉടനെ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടയർഡ് ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ ചായ കുടിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിൽ തന്നെ വെള്ളം അങ്ങ് കുടിച്ചാളി. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് പിന്നെ പാസ്ത കുക്കാവുന്നുണ്ട്. പിന്നെ ചിക്കൻ വേറൊരു ഫ്രൈങ് പാനിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു അരമണിക്കൂറിൻ്റെ പണിയേ ഉണ്ടായിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു ആൽഫ്രെഡോ പാസ്ത റെസിപ്പി ഞാൻ മുൻപ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അത് രാവിലെ തന്നെ നല്ല രസമാണ് കേട്ടോ. പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഇതാ റോഡ് ക്ലീനിങ്ങിനുള്ള ആ ഒരു വണ്ടി വന്നിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ട് അവൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കാറ്. ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാനോ ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കുളിയൊക്കെ തലേന്ന് തന്നെ കഴിയട്ടോ. പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് ഈ രാവിലത്തെ കുളിയൊന്നും നടക്കില്ല. മാത്രമല്ല മുടിയൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടി വലിയ പാടായിരിക്കും. അതുകൊണ്ട് തലേന്ന് രാത്രി തന്നെ അവൾ കുളിച്ച് എല്ലാം റെഡിയാക്കി വെക്കാറുണ്ട്. പുറത്തിതാ ഓരോ മക്കൾ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഇവിടുത്തെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് കേട്ടോ. സ്കൂൾ ബസ് വന്ന് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വാഹനങ്ങളുണ്ടെങ്കിൽ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും കാരണവശാൽ അവർ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു അത് ത്രൂ അവർക്ക് ഫൈന് വരുന്നതായിരിക്കും. ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പലരും അറിയായിരിക്കും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളത്. ഒരുവിധം GCCയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനൊരു സിസ്റ്റം. അപ്പം ഈ ബസ് പോകുന്നത് വരെ ബാക്കിലുള്ള വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ ഉറപ്പാണ്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ബസ് പോകുന്നത് വരെ അതുവരെ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബസ് മൂവ് ആയതിനു ശേഷം മാത്രമേ പോകുന്നുള്ളൂ. മൂവ് ആയതിനു ശേഷം അത് ഓവർടേക്ക് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് മക്കളുടെ സുരക്ഷ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള സിസ്റ്റം ഇവിടെ അങ്ങനെ ഒരു റൂൾ. കാരണം ബസ് വന്ന് അവിടെ നിർത്തി കഴിഞ്ഞാൽ, അതായത് ഇവരെ പിക്ക് ചെയ്യാനാണല്ലോ ബസ് വരുന്നത്, ആ ഒരു ടൈമിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവരുടെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം. ഇതാ ക്ലീനിങ്ങിനുള്ള ലേബേഴ്സ് അവർ വന്ന് ഒരു ഭാഗത്തുനിന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് റോഡൊക്കെ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുക. അങ്ങനെ നമ്മുടെ പാസ്ത ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വൈറ്റ് സോസ് അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുമ്പോൾ? വൈറ്റ് സോസ് ഒരുപാട് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ കുറച്ചാണ്? ചിലർക്ക് വളരെ കുറച്ച് മാത്രം വൈറ്റ് സോസ് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് നല്ല പോലെ വേണം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഈ ഒരു പാസ്തയിൽ കിടന്ന് നല്ലപോലെ ഇങ്ങനെ ഒരു ഭയങ്കര ലിക്വിഡ് ഫോമിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അത് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. അതുപോലെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമല്ലോ നമ്മൾ, അത് ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യേണ്ടത്. അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആഡ് ചെയ്തിട്ട് വേണം അത് ഒന്ന് മിക്സ് ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ലാസ്റ്റ് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 2 ആളുടെയും ലഞ്ചിലേക്ക് അത് ഇട്ട് കൊടുക്കണം.
അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. ഇനായ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ പോകുമ്പം കാര്യമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ, ഒരു ഗ്ലാസ് പാല് മാത്രമേ കുടിക്കുകയുള്ളൂ അവൾ. സ്കൂളിൽ പോയ ഉടനെ ഏകദേശം ഫസ്റ്റത്തെ ബ്രേക്കിന് തന്നെ അവൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സോ എന്തെങ്കിലും, പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ. ജാനുവരി 1 മുതൽ ചെറിയ രീതിയിൽ ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല വർക്കൗട്ട്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജാനുവരി 1 മുതൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് കട്ടൻ ചായ എല്ലാമാണ് കുടിക്കാറ്. കാരണം വെയിറ്റെല്ലാം അത്യാവശ്യം നല്ലോണം കൂടി വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ട് പോകുമെന്നുള്ളൊരു തോന്നലിൽ അതുകൊണ്ട് ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം അറിയില്ല എത്രത്തോളം പോകുന്നു. എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണല്ലോ ബുദ്ധിമുട്ട്. പല പല ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് കെയർ ചെയ്യുന്നുണ്ട് ഇപ്പം. ഇൻഷാ അല്ലാഹ് അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചെറിയ രീതിയിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇനായനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹസ്ബൻഡ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും, എന്നിട്ടേ പോവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്യൂട്ടിക്ക് പോവുക. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു പോയി വന്നു. ഞാൻ ഈവനിങ്ങിൽ അല്ലെങ്കിൽ മോർണിംഗിൽ ആണ് നടക്കാറ്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്ലൈമറ്റ് എല്ലാം ആണല്ലോ, അതുകൊണ്ട് രാവിലത്തെ വാക്കിങ് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു പാർക്കുണ്ട് ഇവിടെ, വാദി പാർക്ക്. അവിടെ പോയിട്ട് നടക്കാറാണ് പതിവ്. അവിടെ ആകുമ്പം നല്ല രസമാണ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ, നമ്മളെ പോലെ പിന്നെ നടത്തത്തിനും ജോഗിങ്ങിനും എല്ലായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലെ ഫുട്പാത്തിലൂടെ തന്നെ വാക്ക് വേ ഒക്കെ ഉണ്ടല്ലോ, അതിലെ തന്നെയാണ് നടക്കുക. ഏകദേശം ഒരു 40 minutes നടക്കും, 30 to 40 minutes എന്തായാലും നടക്കും. അങ്ങനെ ഞാനിതാ വാദി പാർക്കിലേക്ക് പോവുകയാണ്. പിന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് റോഡിലൊക്കെ. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. അവിടെ ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വാക്ക് വേ ഇഷ്ടം പോലെ ഉണ്ട്, വലിയ പാർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് വാക്ക് വേ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തൂടെ അങ്ങനെ അങ്ങ് നടക്കുമ്പം ടൈം പോകുന്ന അറിയില്ല, നല്ല രസമാണ്. പിന്നെ അതുപോലെ ഫുട്ബോൾ കോർട്ട്, അങ്ങനെ പല സൗകര്യങ്ങളും ഉള്ളൊരു പാർക്കാണ്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ. ഈ ജോഗിങ്ങും വാക്കിങ്ങും എക്സസൈസും എല്ലാം ആയിട്ട് അതിലെല്ലാം ഇൻവോൾവ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. വേറെ തന്നെ ഒരു എനർജി ഫീലാണ്. രാവിലെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാൽ നല്ല രസമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. പാർക്കിംഗ് കിട്ടില്ല, അത് വലിയൊരു പ്രശ്നമാണ്. പാർക്കിംഗ് ഉണ്ട്, പക്ഷെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോകേണ്ടി വരും. അങ്ങനെ ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ടിതാ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പാർക്കിലേക്ക്. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പാർക്ക് ഒരു ഫുൾ റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 kilometer കംപ്ലീറ്റ് ആവും. അങ്ങനെ ഒരു 3 റൗണ്ട് അടിക്കാറുണ്ട് മിക്കവാറും, അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോഴേക്കും 40 minutes കണക്കാവും. അപ്പം 3 kilometer കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ്സെറ്റിൽ പാട്ടും വെച്ചിട്ട് അങ്ങ് നടന്നു പോകാൻ വേണ്ടി നല്ല രസമാണ്. അതുപോലെ പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, അതുപോലെ ജിം എക്യുപ്മെൻറ്റ്സ് ഒരുപാടുണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാം ഒരു ഓപ്പൺ പാർക്കാണ്, അതുകൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ സ്കൂൾസൊക്കെ വരുന്ന ആ ഒരു ഏരിയ ഉണ്ട്, മിഡിലായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു പാർക്കിൻ്റെ 2 സൈഡിലായിട്ട് സ്കൂൾ ഏരിയ ആണ്, കണ്ടില്ലേ? ഈ ഒരു സൈഡിലും ഫുൾ സ്കൂൾസാണ്, അതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും സ്കൂളാണ്. അതിൻ്റെ മിഡിലായിട്ടാണ് ഈ ഒരു വലിയൊരു പാർക്ക് വരുന്നത്. ഇതിൻ്റെ പാരലായിട്ട്, അതായത് ഒരു സൈഡ് കാണിച്ചില്ല, ആ സൈഡിനോട് പാരലായിട്ട് അതും സ്കൂൾ ഏരിയയാണ്, മൊത്തം സ്കൂൾ ഏരിയാസാണ്. അപ്പോൾ മിക്കവാറും ഇവിടെ വരുന്ന ആൾക്കാർ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ മക്കളെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് എക്സസൈസും വർക്കൗട്ടും എല്ലാം ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരാണ് കേട്ടോ. അങ്ങനെയുള്ളവരെ തന്നെയാണ് കൂടുതലും കാണാറ് ഇവിടെ.
സൈഡ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ജിം ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. മാത്രമല്ല നമ്മൾ വാക്ക് വേയിലും അവിടെ ഇവിടെയുള്ളതായിട്ട് ഒരു പലതരം എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ തന്നെ യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ കുറച്ച് ഒരു രണ്ട് റൗണ്ട് അടിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോഴേക്കും കറക്റ്റ് 40 മിനിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം വെയ്റ്റ് ട്രെയിനിങ്ങും കൂടി ചെയ്യും. അത്രയേ ഉള്ളൂ, ഒരു 5-8 മിനിറ്റ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യും. ശേഷം എൻ്റെ ഒരു വലിയ ബോട്ടിലുണ്ട്, അതിൽ നിറയെ വെള്ളം ഫില്ല് ചെയ്യും. രാത്രി വരെ ആ ഒരു വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോഴേക്കും ഹസ്ബൻഡ് ഫ്രഷായി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കണം. ഹസ്ബൻഡും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും എല്ലാം കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും. അപ്പോഴേക്കും സാറ അവളായിരിക്കും മിക്കവാറും വീട് ഒന്ന് സെറ്റ് ചെയ്യലും ക്ലീനിങ് എല്ലാം അവളാണ് മിക്കവാറും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.